ഇനി അച്ഛന്മാർക്കും മക്കളെ നോക്കാനുള്ള റൈറ്റ് ഉണ്ട്, അവർക്കും നോക്കാൻ കഴിയും എന്ന് കോടതികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം എന്ന് വെച്ചാൽ മൈനർ കുട്ടികളെ ഒന്നും തന്നെ അച്ഛന് കൊടുത്തു വിടാറില്ല. ഡിവോഴ്സ് കേസസിൻ്റെ കാര്യം പറയണേ, ഡിവോഴ്സ് ആകുമ്പം കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലും അമ്മമാർക്കാണ് പോവാറ്, സ്പെഷ്യലി മൈനർ ചിൽഡ്രൻ ആണെങ്കിൽ. അപ്പോൾ കോടതികൾക്കും ഇപ്പോൾ അവരും അവരുടെ പണ്ടത്തെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ മാറ്റി തുടങ്ങി. ഇപ്പോൾ മോഡേൺ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ജഡ്ജസ് പറയുന്നത് എന്താ വെച്ചാൽ അച്ഛന്മാർക്കും മക്കളെ നോക്കാനുള്ള കഴിവുണ്ട്. അത് എന്താ പറയുക, നോക്കുക എന്ന് പറയുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല, അതല്ലാതെ ഇമോഷണലിയും ഫിസിക്കലി നിന്നിട്ടും മക്കളെ നോക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകൾ അച്ഛന്മാർക്കുമുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യം പറഞ്ഞത് ഡൽഹി ഹൈക്കോർട്ടാണ്. ഒരു കേസിനകത്ത് അമ്മയും അച്ഛനും, അതായത് ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റഡ് ആണ്, ഒരുപാട് വർഷങ്ങൾ 7-8 വർഷമായിട്ട് സെപ്പറേറ്റഡ് ആണ്. ഈ ഭാര്യ എന്ന് പറയുന്നത് അബ്രോഡ് ജോലി ചെയ്യുവാണ്. മക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത് അവളുടെ അമ്മയുടെ അടുത്താണ്. അപ്പം അച്ഛൻ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നാച്ചുറൽ പാരൻ്റായ അച്ഛൻ നാട്ടിലുള്ളപ്പോൾ എന്തിനാണ് മക്കൾ ഗ്രാൻഡ് പാരൻസ്, അതായത് അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അടുത്ത് വളരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പം അച്ഛന് നോക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അച്ഛന് മൈനർ കുട്ടികളെയും നോക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യം. അപ്പം നാച്ചുറൽ പാരൻ്റ് കൂടെ ഉണ്ടെങ്കിൽ അത് അത്രത്തോളം മക്കളുടെ വെൽബീയിങ്ങിന് നല്ലതാണ് എന്നാണ് കോടതി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കോർട്ട് ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഹൈക്കോർട്ടിലെ ജഡ്ജ്മെൻ്റാണ് ഇത് കേട്ടോ, ദാറ്റ് മൈനർ കുട്ടികളുടെ കസ്റ്റഡി അച്ഛന് വിട്ടുകൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ കുട്ടികൾ കുറച്ച് വർഷങ്ങളായിട്ട് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്താണ് വളരുന്നത്. അപ്പോൾ ഗ്രാൻഡ് പാരൻസിന് മക്കളെ കാണാനുള്ള വിസിറ്റേഷൻ റൈറ്റ്സ് അലൗ ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. കോടതി പറയുന്നത് അച്ഛന്മാർക്കും മക്കളെ നോക്കാനുള്ള എല്ലാ റൈറ്റുമുണ്ട്, അതിനുള്ള കഴിവും അവർക്കുണ്ട്. അപ്പോൾ നാച്ചുറൽ പാരൻ്റ്, ഒരു അച്ഛനോ അമ്മയോ ഇവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ അമ്മൂമ്മയുടെ അടുത്തും അപ്പൂപ്പൻ്റെ അടുത്തും വളരണം എന്നുള്ളതും കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഡിസിഷൻ അല്ലേ? ഒരുപാട് അച്ഛന്മാർ ഈ കസ്റ്റഡിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടി നല്ലൊരു തീരുമാനമാണത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള വക്കീൽമാർ പറയും അത് ഹൈക്കോർട്ടിൽ ഡൽഹിയിലാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഈ വക്കീൽ കേരളത്തിലിരുന്ന് പറയുന്നത് ശരിയാവില്ല എന്ന്. അത് തെറ്റായ ധാരണയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഹൈക്കോർട്ടിന് അത് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ഡിഫറെൻറ്റ് ഹൈക്കോർട്ട്സിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് എല്ലാം തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളും അത് അതേപോലെ സ്പ്രെഡ് ചെയ്യുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റേ സ്റ്റേറ്റ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്, സോ ദാറ്റ് ദേ ക്യാൻ റിലൈ ഓൺ ദിസ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.